വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ സമസ്ത മുഖപത്രം ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താല്പര്യമെന്നാണ് മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നത്. സർക്കാർ നിലപാട് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. വാക്കുപാലിക്കാനുള്ളതാണെന്ന് പറയുന്ന സർക്കാരിന്റേത് ഇരട്ടത്താപ്പാണ്. വീഴ്ചയെ ന്യായീകരിച്ചാൽ മതേതര മനസ്സുകൾ അകലുമെന്നും സമസ്ത മുഖപത്രത്തിൽ പറയുന്നു. സരീഷ് പി.കെ. വിവരങ്ങളുമായി ചേർന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കേന്ദ്ര നിയമങ്ങൾക്ക് അനുസരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിന് ഈ സർക്കാർ എതിരല്ല. അക്കാര്യങ്ങൾ ഹൈക്കോടതി അറിയിച്ചു. പക്ഷേ ഇത് ഇപ്പോഴത്തെ സർക്കാരിന്റെ നിലപാട് മുൻ സർക്കാരിന്റെ നിലപാടിന് ഘടകവിരുദ്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻ സർക്കാരിന്റെ നിലപാട് അവിടെ റദ്ദാക്കപ്പെടുകയും ചെയ്യും. ഇതിലൊക്കെ മുസ്ലിം സംഘടനകൾക്ക്, പ്രത്യേകിച്ച് സമസ്തയ്ക്കൊക്കെ വലിയ ആശങ്കയുണ്ട്. അത് മുഖപത്രത്തിലൂടെ അറിയിക്കുന്നു, മുഖപ്രസംഗത്തിലൂടെ അറിയിക്കുന്നു. എന്താണ് സമസ്ത പറയുന്ന കൂടുതൽ കാര്യങ്ങൾ? സരീഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടാകുന്നു, വിധി ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ വിവിധ മുസ്ലിം മത സംഘടനകൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എതിർപ്പ് കൃത്യമായി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. അതിന് തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇത്തരത്തിലൊരു പ്രസംഗം ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു, ഇത്തരത്തിലുള്ള നിലപാട് കാരണം സർക്കാരിൽ വിശ്വാസം നഷ്ടമാകുന്നു എന്നുള്ളതാണ്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ നടത്തുന്ന സമീപനം, അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച സമീപനം ശരിയല്ല. ബി.ജെ.പി. നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താല്പര്യം പരിഗണിക്കാനാണ് അല്ലെങ്കിൽ സംരക്ഷിക്കാനാണ് എന്ന് കൃത്യമായി സമസ്ത ചോദിക്കുന്നുണ്ട്. സർക്കാർ നിലപാട് അമ്പരിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് എന്നൊരു വിമർശനമാണ് ഈ മുഖപത്രത്തിൽ അല്ലെങ്കിൽ മുഖപ്രസംഗത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയിൽ ചില ഹർജികളുണ്ട്. ആ ഹർജികൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുകയാണ്. ആ കാര്യങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാട്ടാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വാക്ക് പാലിക്കാനുള്ളതാണ് എന്ന് വി.ഡി. സതീശൻ തുടർച്ചയായി പറയുന്നുണ്ട്. നേരത്തെ യു.ഡി.എഫ് പ്രതിപക്ഷ സ്ഥാനത്ത് ിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ പാലിക്കും എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ വാക്ക് പാലിക്കാനുള്ളതാണ് എന്ന് പറയുന്ന സർക്കാർ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് വഖഫ് വിഷയത്തിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയാണ് എന്ന് രൂക്ഷമായൊരു വിമർശനം കൂടി സമസ്ത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വി.ഡി. സതീശൻ സർക്കാരിൻ്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കളങ്കമാകുന്ന വീഴ്ചയാണ് ഇത് എന്നുകൂടി ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വഖഫ് കേസിൽ സർക്കാരിന് പറ്റിയ വീഴ്ച അത് ഗുരുതരമാണ്. ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡിനെ അല്ലെങ്കിൽ വഖഫിനെ അനുകൂലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തെറ്റായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വീഴ്ച തിരുത്തണം, അത് അടിയന്തരമായി തിരുത്തണം എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വീഴ്ചയെ ന്യായീകരിച്ചാൽ മതേതര മനസ്സുകൾ അകലുമെന്നുകൂടി സമസ്ത പറയുന്നുണ്ട്. അതായത് വഖഫ് എന്ന് പറയുന്നത് സ്വാഭാവികമായും മുസ്ലിം വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ മുസ്ലിം വിശ്വാസികളുടെയും അതോടൊപ്പം തന്നെ മുസ്ലിം സമൂഹത്തിനും വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് അവരുടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുസ്ലിം സമൂഹങ്ങൾ മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസികൾ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അമുസ്ലിങ്ങളായ ആളുകളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ പങ്കെടുപ്പിച്ചാൽ, അതിന്റെ ഭാഗമാക്കിയാൽ അത് ഡീവിയേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവുകയെന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ കൂടി വീണ്ടും സർക്കാരിനെതിരായ രൂക്ഷ വിമർശനമായി വരുന്നത്. ഓക്കെ സരീഷ്, തുടരും.